എടാ, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അന്നയും സാന്ദ്രയും നീ നോക്കിക്കോണം. ഇവരുടെ പപ്പയും മമ്മിയും എന്ന് വരുമെന്ന് അറിയില്ല. എൻ്റെ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കാൻ സമയമായി. എൻ്റെ മരുമകനോട് എനിക്കൊരു പിണക്കവുമില്ല. അത് അവൻ്റെ അടുത്ത് ഇതുവരെ കൺവേ ചെയ്യാൻ പറ്റിയിട്ടുമില്ല. ചാച്ച ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, ഇവരോടൊപ്പം എന്നും ഞാനുണ്ടാവും. ദേവി, എൻ്റെ ആഗ്രഹം പോലെ എന്നൊരു നടനാക്കി മാറ്റണേ, കാത്തുള്ളണേ. എന്ത് ചെയ്യും മേശരി ഇങ്ങനെ വല്ലതും കഴിച്ചിട്ട് 2 ആഴ്ചയായി. അതെന്താ, നിനക്ക് വിശപ്പില്ലേ? പരിഹാസം അടിക്കരുത് കേട്ടാ. ആഹാരം പോട്ട്. വർഷാപ്പിലാണെങ്കിൽ പണിയില്ല. 2 എണ്ണം അടിച്ചിട്ട് 1 ആഴ്ചയായി എന്നാ പറഞ്ഞത്. വെള്ളം നക്കിയില്ലേലെന്താ? കോട്ടും സൂട്ടും ടൈ ഇട്ടോണ്ടല്ലേ നടപ്പ്. കണ്ടാൽ അംബാനിയാണെന്ന് തോന്നും. അഴിച്ചു മാറ്റാൻ മനസ്സില്ലാഞ്ഞിട്ടല്ല, പിന്നെ ആരോഗ്യം ഇല്ലാഞ്ഞിട്ടാ. നമ്മള് കാശ് വാങ്ങിയ ജീവനല്ലേ വരുന്നത്. ജീവനില്ലാത്ത നേരത്താണ് അത് കാണുന്നത്. നമ്മൾ രണ്ടുപേരും കൂടെ ചേർന്ന് അവന്റെ ക്യാഷ് വാങ്ങിയത്. ചേട്ടാ, എന്റെ വേഷത്തിന്റെ കാര്യം എന്തായി? നീ ഇത് അഴിച്ചെടുത്തോടെ. അതൊന്നും അല്ല, സിനിമയിൽ എന്റെ ക്യാരക്ടറിന്റെ കാര്യം എന്തായെന്നാ പറഞ്ഞേ? അതെല്ലാം ഓക്കേ. അങ്ങനെ ഏതെങ്കിലും വേഷം തന്നാ പോരാ, എനിക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ളതാ. നമുക്ക് ആ ഫഹദ് ഫാസിലിന് വെച്ച പ്രൊഡ്യൂസറെ വേഷം അവന് കൊടുത്താലോ? അതൊന്നും ഇവന് താങ്ങില്ല. താങ്ങും ചേട്ടാ, താങ്ങും, ഞാൻ താങ്ങും. ഫഹദ് ഫാസിൽ ഇന്ന് മുതൽ ഞാൻ പ്രൊഡ്യൂസർ ആയി കഴിഞ്ഞു. പ്ലീസ് ചേട്ടാ, എന്നെ മാറ്റരുത്. മാറ്റില്ല. നിനക്കൊരു കോൾ വരണുണ്ട്. ഇവരെ കഴിഞ്ഞ ആഴ്ച വേഷം വാങ്ങിച്ചു തരാന്ന് പറഞ്ഞ് ക്യാഷ് വാങ്ങിയതല്ലേ, എന്തിനാ അവര് ഇങ്ങോട്ട് വരുന്നത്? അത് തിരിച്ചു വാങ്ങാൻ വരുന്നതായിരിക്കും. ഇനിയിപ്പോ എന്ത് ചെയ്യും? വഴിയുണ്ട്. എന്താ സാർ സംസാരിക്കുന്നേ? എന്റെ പ്രൊഡ്യൂസറെ വേഷമാണെങ്കിൽ ദൈവം തന്നെ അതിന് മാറ്റരുത്. ഇയാള് മാറ്റിയാലും നിന്നെ ഞാൻ മാറ്റൂല. നീ തന്നെ പ്രൊഡ്യൂസർ. അവര് തകർത്തുകൊണ്ട് വരെയാണ്. ഇങ്ങനെ ഇടിച്ചു കയറി വരുന്നതിന് മുമ്പ് നീ അങ്ങോട്ട് ചെല്ല്. പ്രൊഡ്യൂസർ റെഡി എന്ന് പറ, ബാക്കി ഞാൻ നോക്കിക്കോളാം. നീയല്ലേ പ്രൊഡ്യൂസർ? കണ്ട, നിന്റെ കാലിബർ ഒന്ന് അറിയണം. ഒരു ചെറിയ റിഹേഴ്സൽ. നിങ്ങളെ ഞാൻ പ്രതീക്ഷിച്ച് നിൽക്കുകയായിരുന്നു. ചന്ദ്ര, നീ കാശ് വാങ്ങിട്ട് എത്ര നാളായടാ? ഇപ്പൊ നീ പ്രൊഡ്യൂസർ, ഞാൻ അഭിനയിക്കാൻ ചാൻസ് ചോദിച്ചു വരാം. സാർ, എനിക്ക് അഭിനയിക്കാൻ ഒരു ചാൻസ് തരണം. അവസരം തരുമോ? അഭിനയിക്കാൻ അറിയോ? ഓ, നന്നായിട്ട് അഭിനയിക്കും. ഒന്ന് കാണിച്ചേ. വഴിയുണ്ട്. നമ്മുടെ സിനിമയുടെ പ്രൊഡ്യൂസർ അവിടെ നിൽക്കുന്നത്. ഞാൻ പറഞ്ഞ കാര്യം സത്യമാവാൻ പോവുക. ഇവളെ ഞാൻ സിനിമയിൽ അഭിനയിപ്പിച്ചിരിക്കും. കയ്യോടെ അഡ്വാൻസ് വാങ്ങിച്ചോ? അതെ, വാങ്ങുന്ന ആദ്യത്തെ അഡ്വാൻസ് എനിക്ക് തന്നെ തരണം. അത് കുഴപ്പമില്ല, വേഷം കിട്ടിയാ മതി. എന്നാ വന്നോളൂ. പ്രൊഡ്യൂസർ ഇത്രയും നേരം ഒന്നും വെയിറ്റ് ചെയ്യാറില്ല. ഇവിടെ നീ തെളിയിക്കണം ഒരു പ്രൊഡ്യൂസർ ആയാലും എങ്ങനെയാണ്. ഇത് എന്റെ ഫസ്റ്റ് ചാൻസ് ആണ്. പ്രൊഡ്യൂസർ സാർ, നമസ്കാരം സാർ. പ്രൊഡ്യൂസർ നമസ്കാരം. ഇത് നമ്മുടെ സിനിമയിലെ നായികയുടെ വേഷം. നായികയോ? അല്ല, നായികയുടെ കൂട്ടുകാരിയായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഓ, അത് കുഴപ്പമില്ല, നന്നായിട്ടൊക്കെ അഭിനയിക്കണം. അപ്പോ ഇവരുടെ അഡ്വാൻസോ? ഒറിജിനാലിറ്റി വേണം. അതെ. തൽക്കാലം ഒരു 5000 രൂപ ഇരിക്കട്ടെ. പോയിക്കോളൂ. ഷൂട്ടിങ്ങിന് കാണാം. അതെ, ഇങ്ങ് തന്നേക്ക്. എല്ലാം പറഞ്ഞ പോലെ വളരെ നന്നായിരുന്നു. കീപ്പ് ചെയ്യണം. ഏത് സമയത്തും മുകളിൽ നിന്നൊരു വിളി വന്നേക്കാം. പോവാൻ തയ്യാറായിരിക്കണം. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ. അല്ല ചേട്ടാ, എന്റെ പ്രൊഡ്യൂസറായിട്ടുള്ള അഭിനയം എങ്ങനെ? നീ തകർത്തില്ലേ? ആണോ? നാളത്തെ മമ്മൂട്ടിയാടാ. അപ്പൊ എന്റെ പൈസ? ഏത് പൈസ? ഇപ്പൊ കൊടുത്ത പൈസ. ആക്ട് ചെയ്യാൻ പറഞ്ഞതേ ഉള്ളൂ. ഒറിജിനലായിട്ട് പൈസ എടുത്ത് കൊടുത്തു പോയിക്കോളാൻ പറഞ്ഞു. അതില് നമ്മൾ ഉത്തരവാദിയല്ല. സാരമില്ല, ഷൂട്ടിംഗ് തുടങ്ങുമ്പോ ആ പെൺകുട്ടിയുടെ കാശ് നമുക്ക് വാങ്ങാം. പറ്റുമോ? പിന്നെ തന്നില്ലെങ്കിലും അത് കുറച്ച് കൊടുത്താ മതിയല്ലോ. വീട്ടില് പുണ്ണാക്ക് വന്നെ പൈസയാ. May I come in, sir?
ഇതാര് വിഷ്ണുവോ? തനിക്ക് എൻ്റെ അടുത്ത് ഒരു അനുവാദം വേണം. ഇരിക്കൂ. എവിടെയായിരുന്നു ഇത്ര നാളും? തന്നെപ്പോലൊരു കുട്ടി കോഴ്സ് പൂർത്തിയാക്കാതെ പോയാൽ ഞങ്ങളെപ്പോലുള്ള അധ്യാപകർക്ക് എന്തുമാത്രം മാനസികമായ ബുദ്ധിമുട്ടുണ്ടെന്ന് അറിയാമോ? സോറി സർ. അപ്പോൾ ഈ വർഷമെങ്കിലും കോഴ്സ് കണ്ടിന്യൂ ചെയ്യുമല്ലോ? ഇല്ല സർ, ഞാൻ എൻ്റെ സർട്ടിഫിക്കറ്റ് തിരികെ വാങ്ങാൻ വന്നത്. താനെന്ത് ഭ്രാന്തായി പറയുന്നത്? കോഴ്സ് പൂർത്തിയാക്കാതെ എങ്ങോട്ട് പോകാൻ? തീരുമാനിച്ചിട്ടില്ല. ഇപ്പോൾ കാര്യം മനസ്സിലായി. എല്ലാ കാലത്തും കഴിവുള്ള കലാകാരന്മാരെ നശിപ്പിക്കാൻ ഏതെങ്കിലും താടകമാർ മോഹിനി രൂപം കൊണ്ട് ഇറങ്ങാറുണ്ട്. അതുകണ്ട് മതിമറന്ന് പലരും അടിതെറ്റി വീണിട്ടുണ്ട്. അത് തന്നെയാണ് തനിക്കും പറ്റിയിരിക്കുന്നത്. ഞാൻ ഊഹിച്ചത് ശരിയല്ലേ? ആ, ശരിയാണ്. ഇത്തരം കാര്യങ്ങൾ അടച്ചിട്ട മുറിയിൽ ഇരുന്ന് സംസാരിച്ചാൽ അതിന്റെ പോസിറ്റീവ് എനർജി തനിക്ക് കിട്ടില്ല. എന്തു പറ്റി? താൻ ആരെങ്കിലും പ്രേമിച്ചോ? അവൾ പറന്നുപോയിട്ടുണ്ടാവും. പെൺകുട്ടികൾക്ക് 18 വയസ്സ് കഴിയുമ്പോഴേക്കും മാതാപിതാക്കളുടെ മനസ്സിൽ ആദ്യ കയറി തുടങ്ങും. മകളെ നല്ലൊരുത്തൻ്റെ കയ്യിൽ പിടിച്ചേൽപ്പിക്കാൻ അവർ നെട്ടോട്ടം ഓടും. ആൺകുട്ടികൾക്ക് പക്വത വരണമെങ്കിൽ 28 കഴിയണം. ആജീവനാന്ത കുരുക്കാണ് വിവാഹമെന്ന ബോധം അവരിലും നഷ്ടപ്പെടും. വിളക്ക് കണ്ട പൂമ്പാറ്റിയെപ്പോലെ ഓടി അടുക്കും, ചിറകറ്റ താഴെ വീഴും. മനസ്സിലാവുന്നുണ്ടോ വിഷ്ണുവിന്? എൻ്റെ അനുഭവമാണ് പറഞ്ഞത്. ഉപേക്ഷിച്ച് പരാജിതനായി പോവുകയല്ല വേണ്ടത്. വിഷ്ണുവിന് കഴിവുണ്ട്. ഞങ്ങളുടെയൊക്കെ നല്ല സ്റ്റുഡൻറ്റിൽ ഒരാളാണ് വിഷ്ണുവും. പ്രേമിക്കണം. തൻ്റെ ടാലന്റിനെ പ്രണയിച്ച് അവളിൽ ലയിക്കണം. ജീവിതത്തിൻ്റെ വിജയം അവിടെയാണ്. പുതിയ ബാച്ച് തുടങ്ങാറായി. വിഷ്ണുവിന് വേണ്ടി ഒരു സീറ്റ് ഞാൻ മാറ്റിവെക്കും. ഞാൻ വരും. ഈ ബാച്ചിൽ ഞാൻ ഉണ്ടാവും സർ. പുതിയ വണ്ടികൾ ഇറങ്ങണേനാണെങ്കിൽ ഒരു കൈയും കണക്കുമില്ല. ബാക്കി ഒരു വിചാരിച്ചൊരു പണി വന്നിട്ട് എത്ര നാളായെന്നറിയാം വർഷാപ്പിൽ. നിങ്ങളൊക്കെയല്ലേ പണി ചെയ്യുന്നത്, എങ്ങനെ വരും? എന്തു കുഴപ്പം പണിക്ക്? കൊള്ളാലോ വണ്ടി. ആ വാ. ഡേയ്, അതാ നോക്ക്. ആ, അവരൊക്കെ എത്തിക്കാണും. കൊള്ളാം, ഇത് കൊല്ലം മോഡലാണെന്ന് തോന്നുന്നു. ഈ വണ്ടി ഞാൻ എൻ്റെ വർക്ക്ഷോപ്പിൽ കയറ്റും. ആ മോഡൽ എത്ര പോരടേ ഒരു മാതിരി? അണ്ണാ, എന്റെ വർക്ക്ഷോപ്പിൽ കയറ്റി ഗ്രീസും ഓയിലും ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ സംഗതി ക്ലീൻ. നല്ല പൈസയും കിട്ടും. പറഞ്ഞപ്പോഴങ്ങ് തീർന്ന്. ഒരു കംപ്ലൈന്റും ഇല്ലാത്ത വണ്ടി ഏവനെങ്കിലും കൊണ്ട് നമ്മളെ വർക്ക്ഷോപ്പിൽ കയറ്റുമോ? അതിനല്ലേ ദേ ഇവനാ ആളിൽ ചെറുതാണെങ്കിൽ ഇവന്റെ ബുദ്ധി വലുതാ. നീ നോയിക്കോ. അതിന്റെ അടിയിലൊന്നും ചെന്ന് കയറി കൊടുക്കരുത്. അടിയിലാണ് കാര്യം. This will do. നാരങ്ങ നാരങ്ങ. കൊള്ളാലോ. പെട്ടെന്ന് വാ, പെട്ടെന്ന് വാ. ഇനി ആ വണ്ടി സ്റ്റാർട്ട് ആവൂല. എഞ്ചിൻ കംപ്ലൈന്റ് ആണെന്നും പറഞ്ഞ് വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകാം. നല്ല കാശും ഓ, സമ്മതിച്ചടാ നിന്റെ ബുദ്ധി. ഓ, അവര് വന്നിരുന്നെങ്കിൽ. ദേ വരുന്നു മിണ്ടാതിരിക്കണേ. ഞാൻ അങ്ങോട്ട് ചെന്നിട്ട് ഒരു ചെറിയ ഡ്രാമ. ഓക്കെ, വണ്ടി സ്റ്റാർട്ട് ആവണില്ലല്ലോ. എനി ഹെൽപ്പ്? വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല. ഓ, ഇറങ്ങൂ, നോക്കട്ടെ. പിന്നെ ഇവിടെ അടുത്ത വല്ല വർക്ക്ഷോപ്പ് ഉണ്ടോ? പിന്നെ ഇവിടെ അതേ ഉള്ളൂ. ഇവിടെ അടുത്തൊരു ഫേമസ് വർക്ക്ഷോപ്പ് ഉണ്ട്, വളഞ്ഞ വഴിയിൽ ഓട്ടോമൊബൈൽസ്. ഇവിടുന്ന് 3 കിലോമീറ്ററോളം പോണം. പക്ഷെ വണ്ടി എങ്ങനെ കൊണ്ടുപോകും? അവിടെ വിളിച്ച ആരെങ്കിലും ഇങ്ങോട്ട് വരുമോ? വരില്ല. വലിയ വർക്ക്ഷോപ്പ് അല്ലേ, വണ്ടി അങ്ങോട്ട് തന്നെ കൊണ്ടുപോകണം. എങ്ങനെയായാലും വേണ്ടിയില്ല, ശരിയായി കിട്ടിയാ മതി. ഞാൻ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കട്ടെ. മാറും. എഞ്ചിൻ കംപ്ലൈന്റ് ആയിരിക്കാനാണ് സാധ്യത. ഓക്കെ, ഇത് വർക്ക്ഷോപ്പിൽ എത്തിച്ചാൽ മതിയല്ലോ. അത് ഞാൻ ഏറ്റു. 1 മിനിറ്റ്. അവിടെ ഇരിക്കട്ടെ. 1 മിനിറ്റ്. ശരി.
സ്റ്റാർട്ടായി. ഇനി ഞാൻ വർക്ക്ഷോപ്പിലെത്തിക്കാം. വണ്ടി സ്റ്റാർട്ടായില്ലേ? ഇനി ഇതിന് വർക്ക്ഷോപ്പ്. താങ്ക്സ്. അതല്ല, ഇനി ചിലപ്പോ വഴിയിലെങ്ങനെ നിന്നാലോ. എഞ്ചിൻ കംപ്ലൈന്റ് ആണ്.